മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിയരിച്ച വചന പ്രഘോഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ രൂപത ടീമംഗങ്ങളെ മാറ്റിവെച്ച മാതാപിതാക്കളെ സമർപ്പിതരെ വാത്സല്യമുള്ള മക്കളെ, നമ്മുടെ ആത്മപരിശോധനയ്ക്കും നമ്മളുടെ തന്നെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ആ സമർപ്പണത്തിലൂടെ ഒരു കണ്ടെത്തൽ നടത്തുന്നതിനുമെല്ലാമായിട്ടാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ഇതുപോലെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രം ഏതാനും നിമിഷങ്ങൾ, എനിക്കൊരു 7-8 നിമിഷങ്ങൾ മതി, ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അബ്രാഹത്തിൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തികൾ സാറായും ഹാഗാറുമാണ് എന്ന് നമുക്ക് വേദപാഠ ക്ലാസ്സിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ, ഹാഗാർ തോഴിയാണ്. സാറായുടെ ആഗ്രഹപ്രകാരം ഈ തോഴി അബ്രാഹത്തെ സമീപിക്കുകയും ആ തോഴിയിൽ നിന്ന് ഇസ്മായിൽ എന്ന കുട്ടി ജനിക്കുകയും ചെയ്യുന്ന ആ സംഭവം, അത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം. നമ്മൾ ഇതുപോലെ ഒന്നിച്ചിരിക്കുമ്പോൾ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് കുടുംബങ്ങളുടെ പവിത്രതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഒത്തുകല്യാണത്തിൻ്റെ പ്രാർത്ഥനയിലും വിവാഹ ഉദാശയുടെ പ്രാർത്ഥനകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന പേരുകളാണല്ലോ അബ്രാഹും സാറായും ഇസ്ഹാക്കും യാക്കോബുമെല്ലാം. ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളോട് ഉദാശകളെക്കുറിച്ച് മനോഹരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹമെന്ന ഉദാശയിൽ പലപ്പോഴും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു തിരുവചന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്ന ഈ കാര്യം. ആത്മീയമായിട്ട് നമ്മൾ അബ്രാഹത്തെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ, അബ്രാഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ഈ സാറായും ഹാഗാറും തമ്മിലുള്ള യുദ്ധമാണ്. ഭാര്യയും തോഴിയും തമ്മിലുള്ള അവരുടെ സാന്നിധ്യവും അവർ തമ്മിലുള്ള വഴക്കും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഇസഹാക്കും ഇസ്മായിലും തമ്മിലുള്ള ഒരു ടെൻഷനാണ്. ഇവർ 2 പേരിൽ നിന്ന് അബ്രാഹത്തിന് ജനിച്ച ആ മക്കൾ തമ്മിലുള്ള വഴക്കും അവർ വഴി നടക്കേണ്ടിയിരുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുള്ള ആ ബുദ്ധിമുട്ടും. മൂന്നാമതായിട്ട് അബ്രാഹത്തിൻ്റെ മനസ്സിൽ ഇതൊരു ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള യുദ്ധമാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന യുദ്ധമാണ്. നമ്മളുടെ മനസ്സിലുള്ള അനാത്മീയതയുടെ ഒരു പ്രത്യക്ഷീകരണമായിട്ടാണ് ഇതിൽ പലതും വരുന്നത്. ഹാഗാറും സാറായും തമ്മിലുള്ള യുദ്ധം, ഇസഹാക്കും ഇസ്മായിലും തമ്മിലുള്ള യുദ്ധം, ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള യുദ്ധം ഒക്കെ ഓരോ മനുഷ്യൻ്റെയും ചരിത്രമാണ്. അത് പൂർവ്വപിതാക്കന്മാരുടെ അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ മാത്രം ചരിത്രമല്ല. ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഹാഗാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം ഒരു നിമിഷം ഞാൻ പറയുകയാണ്. ഹാഗാർ അബ്രാഹത്തിൽ നിന്ന് ഗർഭവതിയായിട്ട് വീട്ടിലേക്ക് പുറത്തു പോയി. പിന്നീട് ദൈവത്തിൻ്റെ ദൂതനിടപെട്ട് വീട്ടിൽ വന്ന് ഈ ഇസ്മായിലിന് ജന്മം കൊടുത്തു. പിന്നീട് അബ്രാഹം ഈ ഹാഗാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആ തിരുവചന ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഒരു ആത്മീയ ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതിനുള്ള പശ്ചാത്തലം നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ പുത്രൻ ഇസ്മായേൽ തൻ്റെ പുത്രനായ ഇസഹാക്കിനൊപ്പം മുറ്റത്ത് കളിക്കുന്നത്, അതിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം അവൻ കളിയാക്കുന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഈ മക്കൾ രണ്ടും കൂടെ മുറ്റത്ത് കളിക്കുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും എബ്രായ ഭാഷയിൽ, മൂലഭാഷയിൽ ഈ രണ്ട് പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയാണ്. നീ ദാസിയുടെ മകനാണ്, അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ഉടമ്പടിയുടെ പുത്രനാണ് എന്ന് പറഞ്ഞ് ഈ പിള്ളേര് കളിയാക്കുന്നത് കണ്ട് ഈ അമ്മമാര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പൊ അബ്രാഹാം ഈ ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്തേക്ക് ഉപേക്ഷിച്ച് കളയുവാനായിട്ട് നിർബന്ധിതനാവുകയാണ്. ഞാൻ അതിനൊന്ന് വായിക്കാം. 21-ാം അധ്യായം 14 തുടങ്ങിയുള്ള ഏതാനും വാക്യങ്ങളെ. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറച്ച് അപ്പവും ഒരു തുകൽ സഞ്ചിയും വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ തൂക്കിയിട്ട് കൊടുത്തു. മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞയച്ചു. ബർശബായിൽ അവര് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവള് കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുട്ടി മരിക്കുന്നത് എനിക്ക് കാണാനാവില്ല എന്ന് പറഞ്ഞ് മാറി എതിർവശത്തേക്ക് തിരിഞ്ഞു നോക്കി കണ്ണടച്ച് അവിടെ ഇരുന്നു. കുട്ടിക്ക് ദാഹിച്ചപ്പോൾ കുട്ടി കരഞ്ഞു. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇതാണ് സംഭവം. വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത് പറമ്പും സ്വത്തും പണവും ഒന്നും കൊടുത്തല്ല, വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തല്ല. അവിടുത്തെ നാട്ടുകാർ അനുസരിച്ച് ഒരു തുകൽ സഞ്ചിക്കകത്ത് അല്പം വെള്ളവും 2 കഷ്ണം അപ്പവും ഈ കുട്ടിയെയും കൊണ്ട് നീ ഈ കുടുംബത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്ന് പറയാനായിട്ട് അബ്രാഹാം നിർബന്ധിതനായി. ഈ കുട്ടിയുടെ അമ്മ ഹാഗാറ് ഈ കുട്ടി ദാഹിച്ച് വിശന്ന് മരിക്കുന്നത് കാണാനുള്ള വിഷമം കൊണ്ട് കുട്ടിയെ ഉപേക്ഷിച്ച് ആ കുട്ടിക്ക് മുഖം തിരിഞ്ഞ് അവള് ഇരിക്കുമ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത്. ഞാനിത് പറയുന്നത് തത്തുല്യമായ സംഭവങ്ങൾ നമ്മൾ എന്നും തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അമ്മമാര് കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്ന സംഭവം. ഈ അമ്മ ആ കുട്ടിയെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ കുട്ടി മരിക്കുന്നത് കാണാൻ കഴിയാതെ ദുഃഖത്തോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഴയ നിയമത്തിൽ മാത്രം നിൽക്കുകയല്ല. അബ്രാഹത്തിന്റെ ഈ 2 പരമ്പര, സാറായിൽ നിന്ന് ജനിക്കുന്ന ഇസഹാക്കും ഈ ഹാഗാറിൽ നിന്ന് ജനിക്കുന്ന ഇസ്മായിലും തമ്മിലുള്ള ഒരു യുദ്ധം, ഇന്നും ആ യുദ്ധമുണ്ട്. പല സമുദായങ്ങളും തമ്മിലുള്ള യുദ്ധം അത് തന്നെയാണ്. ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധം അത് തന്നെയാണ്. ക്രൈസ്തവരും യഹൂദരും തമ്മിലുള്ള യുദ്ധം അത് തന്നെയാണ്. ആ യുദ്ധം ഇന്നും തുടരുകയാണ്. പക്ഷേ ആ തുടർച്ച ദൈവം അനുവദിക്കുന്നു എന്നതാണ്. ഈ ഇസ്മായിലിനെ ദൈവം വലിയ ഒരു ജനതയുടെ പിതാവാക്കി, അല്ലെങ്കിൽ ഇസ്മായിലിൽ നിന്ന് ഒരു പിടി ജനത